വെൽക്കം ടു EduPod. മക്കളെ നമുക്ക് ചെറിയ സമയങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടാലോ? റെഡി അല്ലേ? യെസ്. Then what is density of population? എന്താണ്? Then ഓരോ യൂണിറ്റ് ഭൂമിക്കും അതിൽ വസിക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള പരിമിതമായ ശേഷിയുണ്ട്. അതിനാൽ ആളുകളുടെ എണ്ണവും ഭൂമിയുടെ വലിപ്പവും തമ്മിലുള്ള ആനുപാതത്തിൽ നമ്മൾ എന്ത് കണക്കാക്കേണ്ടത്? ഡെൻസിറ്റി നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു പ്രദേശത്തിന്റെ വിസ്തൃതി സ്ക്വയർ കിലോമീറ്ററിലാണ് കണക്കാക്കുന്നത്. അത് അവിടെ താമസിച്ച പോപ്പുലേഷൻ്റെ എണ്ണവും തമ്മിൽ ഹരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഹരിക്കുകയാണെങ്കിൽ നമുക്ക് ജനസ്ഥാനം നമുക്ക് ലഭിക്കും. അങ്ങനെയാണ് ഡെൻസിറ്റി നമ്മൾ കണക്കാക്കുന്നത്. ദെൻ മറ്റൊന്നാണ് എന്ത്? ദ 3 ക്രോപ്പിംഗ് സീസൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നമുക്കാകെ 3 ഒന്ന് ഏതാണ്? ഒന്ന് നമ്മുടെ ഖാരിഫാണ്, ജൂൺ ടു സെപ്റ്റംബർ വരെ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഏത്? റാബി, ഒക്ടോബർ ടു മാർച്ച് വരെയാണ്. ദെൻ ലാസ്റ്റ് വൺ ഈ സെയ്ദ്, ഏപ്രിൽ ടു ജൂൺ വരെയാണ്. അപ്പോൾ ഇത്രയും കാലം 3 കാലങ്ങളാണ് നമ്മൾ ക്രോപ്പിംഗ് സീസൺ പറയുന്നത്. അതുപോലെ നോർത്തേൺ സ്റ്റേറ്റിലും ഈസ്റ്റേൺ സ്റ്റേറ്റിലുമായിട്ട് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഖാരിഫ് എന്തൊക്കെയാണ് നോർത്തേണിലെ? റൈസ്, കോട്ടൺ, ബജ്റ, മെയ്സ്, ചോറും കൃഷി ചെയ്യുന്നുണ്ട്. ദെൻ സദേൺ സ്റ്റേറ്റിൽ റൈസ്, മെയ്സ്, റാഗി, ജോവർ, ഗ്രൗണ്ട് നട്ടും കൃഷി ചെയ്യുന്നുണ്ട്. ഒരു റാബിയാണ്. റാബിയിൽ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? വീറ്റ്, ഗ്രാമ്, റാപ്സീഡ് ആൻഡ് മസ്റ്റാർഡും ബാർലിയും ഒക്കെ നോർത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. സൗത്തിൽ റൈസ്, മെയ്സ്, റാഗി, ഗ്രൗണ്ട് നട്ടും ജോവർ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വണ് സെയ്ദാണ്. സെയ്ദ് സീസണിൽ നോർത്തിലും സൗത്തിലൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ത് പറയുന്നത്? 4 different types of rural settlement in India. ഇന്ത്യയിലെ ഗ്രാമീണ വാസസ്ഥലങ്ങളെ കണ്ടെത്തുക. ഏതൊക്കെയാണ്? നമുക്ക് ഒരു 4 എണ്ണമാണുള്ളത്. ഒന്ന് നമ്മുടെ ഏതാണ്? ക്ലസ്റ്റേർഡ്, കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ. മറ്റൊന്നാണ് എന്ത്? സെമി ക്ലസ്റ്റേർഡ്, അതുപോലെ തന്നെ അർദ്ധ കേന്ദ്രീകൃതമായ വാസസ്ഥലങ്ങൾ. ദെൻ ഹാംലെറ്റഡ്, ഏതാനും വീടുകളുള്ള ചെറു ഗ്രാമങ്ങളും അതുപോലെ തന്നെ ഏതാണ്? ഡിപ്രഷൻ, ഐസൊലേറ്റഡ് ആയിട്ടുള്ള സെറ്റിൽമെന്റിൽ ചിതറിക്കിടക്കുന്ന സെറ്റിൽമെന്റുകളാണ് നമുക്ക് ഉള്ളത്. ദെൻ മറ്റൊന്നാണ് എന്ത്? ദ 4 ഡിഫറെന്റ് ഫേസസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയുടെ 4 ഘട്ടങ്ങളാണ്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4. 1901 to 1921 വരെയാണ് ഫേസ് 1. 1921 to 1951 ആണ് ഫേസ് 2. 51 to 1981 വരെയാണ് തേർഡ് ഫേസ്. ദ ലാസ്റ്റ് ഫേസ്, ഫോർത്ത് ഫേസ് ആണ് 81 to 2001 വരെയാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് എന്താണ്? ദെൻ 4 pillars of human development. മാനവ വികസനത്തിന്റെ 4 തൂണുകളാണ്. ഏതൊക്കെയാണ്? ഇക്വിറ്റി ആണ്, പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ എംപവർമെന്റും സസ്റ്റൈനബിലിറ്റിയാണ് നമ്മുടെ ഇത് ഓരോന്നായിട്ടും ഇവിടെ ഉള്ളത്. തുല്യത, സുസ്ഥിരത, ഉൽപാദനക്ഷമത, ശാക്തീകരണം ഓക്കെ ആണല്ലോ. ദെൻ മറ്റൊന്നാണ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇന്ത്യൻ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഡിപ്പെൻഡൻസ് ഓൺ മൺസൂൺ. മൺസൂണിനെ ആശ്രയിക്കുന്നത്. ലോ പ്രൊഡക്ടിവിറ്റി, കുറഞ്ഞ ഉൽപാദനക്ഷമത. ദെൻ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഇൻഡെപ്റ്റൻസ്, സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളുമാണ്. ഓക്കെ, ബൈ.